വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ UK ഗവൺമെന്റ് NHS സ്റ്റാഫിന്റെ സാലറി ഇൻക്രീസ് ചെയ്തു, അതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആവും. ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോവാം. പിന്നെ UK ഗവൺമെന്റ് അനൗൺസ് ചെയ്തു NHS സ്റ്റാഫിന് 3.6% സാലറി ഇൻക്രീസ്. ഇപ്പം RCN പോലെയുള്ള ഈ യൂണിയനൊക്കെ അതിന് വേണ്ടിയിട്ട് ഒപ്പോസ് ചെയ്യുന്നത് ഒരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം UK ഓൾറെഡി ഇൻഫ്ലേഷൻ 3% ആണ്. അപ്പോൾ ഈ 3.6% സാലറി ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഈ ഇൻക്രീസ് ചെയ്ത സാലറി ബില്ല് അടച്ചും ഈ എക്സ്പെൻസ് എല്ലാം കൂടി എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ അത് പോരാ, അതിൽ കൂടുതൽ വേണമെന്നുള്ളതാണ് അവരുടെയൊക്കെ റിക്വയർമെൻറ്റ്. അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്റ്റാഫല്ലേ, നമ്മൾ ഇത്രയും NHSന് വേണ്ടി കഷ്ടപ്പെടുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിമാൻഡിങ് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നു, ഹെക്റ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നു, സ്ട്രെസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഇത്രയും സാലറി ഇൻക്രീസ് ഡിസർവ് ചെയ്താൽ പോരാ. അപ്പോൾ അതുകൊണ്ടാണ് RCN പറയുന്നത് ഉടൻ തന്നെ അവർ വോട്ടിങ്ങിനിടുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. നമുക്കറിയാം ലാസ്റ്റ് ഇയറിൽ ഇതുപോലെ തന്നെ വോട്ടിങ്ങിനിട്ടപ്പോഴത്തേനും റിജക്റ്റ് ചെയ്തപ്പം പക്ഷേങ്കിൽ ഈ യുകെയിലെ ഒരു പോളിസി അനുസരിച്ച് റിജക്റ്റ് ചെയ്താലും അവർ ഓഫർ ചെയ്യുന്ന സാലറി നമുക്ക് ബാക്ക്വേർഡ്, അതായത് ഏത് മന്ത് മുതലാണ് ഈ ഇയറിൽ സാലറി കൂട്ടേണ്ടത് ബാക്ക്ലാഷ് ചെയ്ത് നമുക്ക് തരും. അപ്പം ഇപ്പം പറയുന്നത് ഈ കൂടുന്ന സാലറി കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇപ്പം വരെയും തരണം വെച്ചാൽ അജണ്ട ഫോർ ചേഞ്ചിന് വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ വോട്ടിങ്ങിന് വരുമ്പോൾ നമുക്ക് എസ് ഓർ നോ പറയാം. നോ പറഞ്ഞാൽ ഇത് റിജക്റ്റ് ആവും. ബട്ട് അവർ ഇൻക്രീസ് ചെയ്ത 3.6 നമുക്ക് സ്റ്റിൽ കിട്ടും. അപ്പം ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്നു എല്ലാ കാര്യത്തിലും. ഇപ്പം ബില്ലുകളെല്ലാം കാണും. ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ലായാലും വാട്ടർ ബില്ലായാലും എല്ലാ ബില്ലുകളും കൂടി, എല്ലാം എക്സ്പെൻസീവായി. അപ്പം ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കൂടിയത്. പക്ഷെ ഒരു സ്മോൾ ഇൻക്രിമെൻറ്റ്, പക്ഷേ നമുക്കത് ഡിക്ലൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് നോ പറയുക. നോ പറഞ്ഞെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൽ ഇനിയും നമുക്ക് കൂടുതൽ സാലറിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഫൈറ്റ് അല്ല, നമുക്ക് കൂടുതൽ സാലറിക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.